प्रियंका जी, सिद्दीक जी, मरकार जी, श्रीमती चंद्रिका कृष्णन जी, पीपी रनीश जी, dignitaries on the stage, brothers and sisters, children, I'd like to welcome all of you here today. വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് കുട്ടികളെ, നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. Siddiq ji was saying that I feel that Wayanad is family. സിദ്ദിഖ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹം വിശ്വസിക്കുന്നത് വയനാട് എന്റെ കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാണ്. For example, Priyanka is my family. ഉദാഹരണത്തിന് പ്രിയങ്ക ജി എന്റെ കുടുംബം അംഗമാണ്. This is not just an empty word that we were born as brother and sister. ഇത് ഞങ്ങള് ചേട്ടനും അനിയത്തിയുമായിട്ട് ജനിച്ചത് ഒരു MP ആയിട്ടല്ല. She is my family and I am her family because in difficult times she is there for me and I am there for her. ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും സഹോദരനും സഹോദരിയുമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക കൂടിയാണ്. If her son is having some difficulty, then I am there as much as she is there. അത് അവരുടെ മകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരുള്ള പോലെ തന്നെ അതിനുവേണ്ടി ഞാനും ഉണ്ട്. So family is not just a relationship, it is a type of behavior. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബന്ധം മാത്രമല്ല, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ്. So when I say she is my family, I am saying that she is going to behave in a particular way with me. അതുകൊണ്ട് ഞാൻ അവരെന്റെ കുടുംബാംഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവരെന്നോട് പെരുമാറുന്നത് ഒരു പ്രത്യേകമായ ഒരു രീതിയിലാണ് എന്നുള്ളതാണ്. And I am going to behave in a particular way with her. അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറുന്നത്. When she needs me, I will be there. When I need her, she will be there. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ എനിക്ക് വേണ്ടി ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാകും. So why am I saying this to you? Because when I was being attacked, brutally attacked, the people of Wayanad protected me. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ, എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ്. And that is what a family member does. അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത്. So you treated me in exactly the same way my sister or my mother would treat me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹിച്ചത്, എന്നോട് പെരുമാറിയത് എന്റെ സഹോദരിയും എന്റെ അമ്മയും ഒക്കെ ചെയ്യുന്ന അതേ നിലയിലാണ്. And by your behavior you created a bond with me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെരുമാറിയത് കൊണ്ട്, എങ്ങനെയാണോ പെരുമാറിയത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി. So I have no choice but to treat you as family members. അതുകൊണ്ട് എനിക്ക് മറ്റു മാർഗമില്ല, ഞാൻ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ നിങ്ങളെ പരിഗണിക്കുക മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. Because you could have very well said to me that no, we are not going to protect this land. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു, ഇല്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ പറയാമായിരുന്നു. But you didn't. You said this man is being unfairly treated and we are going to protect him. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇല്ല, ഈ മനുഷ്യനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു, അന്യായമായി ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. And when you recognize family, you recognize them in difficult times, in bad times. അതുകൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ഏറ്റവും കഷ്ടതയുള്ള സമയത്ത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. So this is something that I will never forget my whole life. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബന്ധം. Priyanka ji said about Oman Chandy ji, in whose name we are inaugurating this hall. പ്രിയങ്ക ഗാന്ധി ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. That he was a humble person. പറഞ്ഞത് അദ്ദേഹം വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. Chief Minister of Kerala was a humble person. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനയാന്വിതനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. And you might meet other leaders
from all levels who get a little bit of power and they become arrogant. നിങ്ങൾ പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും ചെറിയ ഒരു അധികാര സ്ഥാനം കിട്ടിയാൽ തന്നെ വലിയതായ അഹങ്കാരത്തോടു കൂടി പെരുമാറുന്ന, അധികാരത്തോടു കൂടി പെരുമാറുന്ന നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. There are very senior leaders in India at the national level who have no humility whatsoever. ദേശീയ നേതൃത്വത്തിൽ തന്നെ നോക്കിയാൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ടാകും. അവർക്ക് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും ഇല്ലാതെ പെരുമാറുന്ന നേതാക്കന്മാർ. But what is it that made Oommen Chandy ji humble? പക്ഷേ എന്താണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു വിനയാനുദ്ധനായി നിലനിർത്തിയത് എന്താണ് എന്നുള്ളത് ചിന്തിക്കണം. It was the connection he had with the people of Kerala. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് അദ്ദേഹത്തെ വിനയാന്വിതനായി നിലനിർത്തിയത്. If you listen to the common farmer of Kerala, the laborer of Kerala, the small businessman of Kerala, or even the little children of Kerala, you cannot be anything but humble. നിങ്ങൾ ഇവിടുത്തെ ഈ സാധാരണക്കാരായ മനുഷ്യരോട്, അവരുടെ ചെറിയ സാധാരണക്കാരായ കർഷകരോട്, ചെറുകിട വ്യാപാരികളോട്, അത്തരത്തിലുള്ള മനുഷ്യരോട്, കുട്ടികളോട് പോലും നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വിനയാനുതനായ അല്ലാതെ പെരുമാറാൻ സാധിക്കില്ല. But to listen to them you need space for where the conversation happens. പക്ഷെ അവരോട് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ, അവരെ നിങ്ങൾ കേൾക്കണമെങ്കിൽ അതിനുള്ള ഇടങ്ങൾ ഉണ്ടാവണം. അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന, അവരോട് സംവദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാവണം. Today democratic spaces are being shut across the country. ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളും അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. And I am really happy that we are inaugurating a democratic space over here. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തുടങ്ങുന്നത് ഒരു ജനാധിപത്യ ഇടം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. Where people can come, they can discuss their issues, they can discuss what they disagree upon and protect the democratic foundation and the constitution of our country. ജനങ്ങൾക്ക് ഇവിടെ കടന്നു വരാനും അവരുടെ വിഷമതകൾ പറയാനും അവരുടെ വിമർശനങ്ങൾ പറയാനും അതുപോലെ ആ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമായി ഇത് മാറുകയാണ്. I've seen now Kerala quite closely. I've seen Kerala quite closely. ഞാൻ ഇപ്പോൾ കേരളത്തെ വളരെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. I used to, before I became MP, I used to come to Kerala, but I didn't go into detail. ഞാനൊരു എം പി ആവുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആഴത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. And now I know, or I understand better, how important the panchayat is for the democratic process. ഞാനിപ്പോൾ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ പഞ്ചായത്തുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. The foundation of politics in Kerala is built in these homes. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത്, കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഈ ഇതിന്റെ പഞ്ചായത്തുകളിലാണ്. And it is something that Kerala can teach to the rest of the country. ഇത് രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. So I see Kerala as a very, very strong democratic model for the country. അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ഒരു ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത്. I once again like to thank everybody who has come to this function. ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you for coming, but also thank you for protecting the democratic functioning of our country. ഇവിടെ വരുന്നതിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. And for keeping the big leaders humble. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വലിയ നേതാക്കന്മാരെ വിനയാനിതരായി നിലനിർത്തുന്നതിന് കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. Thank you very much. നന്ദി. And a surprise for you today. And I told him I'm coming here. എന്റെ പ്രിയങ്കരായ സഹോദരന്മാരെ, ബഹുമാനീയ രാഹുൽജി, അദ്ദേഹം പറയുന്നു ഞാനും നിങ്ങൾ സഹോദരൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഇന്നിവിടെ കാണുന്നതിൽ നിങ്ങൾക്കൊരു വലിയ ആകാംക്ഷയും ഒരു അത്ഭുതവും ഒക്കെ ഉണ്ടാവും ഒരുമിച്ച് വന്നത്. When I told him I'm coming here this morning, he said I'm also coming. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് ഉദ്ഘാടനത്തിന് വരികയാണ് എന്ന് പറഞ്ഞു ഞാനും കൂടെ വരികയാണ്. He said I love coming to the Panchayat and I love meeting people in my life. ഞാൻ
അദ്ദേഹം പറഞ്ഞത് ഞാൻ പഞ്ചായത്തുകളിലേക്ക് പോകുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൂടെ വരികയാണ് എന്ന് പറയുക. So you have two chief guests today. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികളുണ്ട്. I would like to also mention and welcome Shri Siddiq ji, Shri Samsar Marakar ji, Srimati Chandrika Krishnan ji, Shri P.P. Ramesh ji and all other members of the Panchayat and of the UDF who are present on stage today. ഞാനിവിടെ ഇന്ന് വേദിയിലുള്ള കൽപ്പറ്റ MLA ശ്രീ സിദ്ദീഖ് അടക്കമുള്ള മറ്റ് എല്ലാ നിരഞ്ജന്മാരെയും വിശിഷ്ടാതികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. It is an honor and a pleasure for me to be here today to inaugurate this auditorium. എനിക്ക് ഇവിടെ എത്തുന്ന വലിയ സന്തോഷവും ആദരവും ഈ ഉദ്ഘാടനം, ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിൽ എനിക്കുണ്ട്. I know that it has been something that your community has needed for a long time. ഇത് നിങ്ങളുടെ ഈ സമൂഹം ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് എനിക്കറിയാം. And there was no place where you could collect to have meetings, to celebrate weddings and other celebrations before the construction of this auditorium. നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, യോഗങ്ങൾക്ക്, അതുപോലെ തന്നെ കല്യാണങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. So I'm very happy to be here today and see that you have this new space which your community can use and that can be important and useful for you. അതുകൊണ്ട് ഇത് ഈ പുതിയ ഇടം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതിൽ അതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാനും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടി ഈ ഇടം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൽ സന്തോഷമുണ്ട്. And it is in a sense a double honor for me today because this auditorium is named after Woman Chandi. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു ഇരട്ടി മധുരമാണ്, ഇരട്ടി ആദരവാണ്. കാരണം ഈ ഓഡിറ്റോറിയം ഇന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. This morning I was discussing with my mother, who is also here in Wayanad. ഇന്ന് രാവിലെ വയനാട്ടിലുള്ള എന്റെ അമ്മയോടുകൂടി ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. And we were generally talking about politics today, politicians today. And I told her that I'm coming here and inaugurating this auditorium in the name of Women Chandi ji. പൊതുവിലുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും പ്രവർത്തനത്തെ സംബന്ധിച്ചുമെല്ലാം ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. And because she has been a colleague of hers for many years, I asked her, what was your experience working with him? What was he like? ഏറെ നാളായി സഹപ്രവർത്തകരായിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അമ്മയുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. And she said to me, he was a God-fearing man. He was a humble man. And his whole life was spent in service. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അമ്മ എന്നോട് പറഞ്ഞത്, അദ്ദേഹം വലിയ ഒരു ദൈവഭക്തിയുള്ള, ദൈവഭയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഏറ്റവും വിനയാനന്ദനായ ഒരു മനുഷ്യനാണ്. ജീവിതം മുഴുവൻ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു. She said he was a unique and അദ്ദേഹം അവർ പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ ഒരു വ്യത്യസ്തതയുള്ള, അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. the rarest quality he had was that he was humble and deeply compassionate towards people. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്വഭാവം, പലപ്പോഴും കാണാൻ കഴിയാത്ത ഏറ്റവും പ്രത്യേകതയുള്ള സ്വഭാവം, ആഴത്തിൽ അദ്ദേഹം വലിയ വിജ്ഞാനത്തിനും അദ്ദേഹം ഒരു സഹാനുഭൂതിയും ഉള്ള ഒരു മനുഷ്യനാണ്. So it makes me very, very happy that this auditorium is named from whom all of us must learn. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു മനുഷ്യന്റെ പേരിൽ ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. And whose wisdom, whose contribution, not just to politics in Kerala, but to politics in the whole of the country, will always be remembered and respected by all of us. ഈ രാജ്യത്തിന് മുഴുവൻ അദ്ദേഹത്തിന്റെ വിവേകവും അദ്ദേഹത്തിന്റെ സേവനവും ലഭിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവരായിട്ട് സംശയമില്ല. As you might know, I am here in Wayanad for 12 days. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കഴിഞ്ഞ 12 വയനാട്ടിൽ 12 ദിവസക്കാലത്തേക്കാണ് വന്നത്. And this is one of the few formal programs that I have done.
അതിൽ ഒരു ഔദ്യോഗികമായ ഒരു പരിപാടി ആകെ ഇതിലാണ് വന്നത്. I have spent most of my time in the last 8 or 9 days meeting all of you, coming to your homes, understanding what your problems are and how we can resolve these issues together. കഴിഞ്ഞ 8-9 ദിവസക്കാലമായി ഞാൻ എല്ലാവരെയും കാണാൻ ശ്രമിക്കുകയായിരുന്നു. പലരുടെയും വീടുകളിലേക്ക് എത്തി പല ആൾക്കാരുമായി സംബന്ധിച്ചുകൊണ്ട് വയനാടിന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ചിന്തിക്കുകയാണ്. I don't want to speak for too long today because you'll all be waiting to hear my brother as well. So I just want to say ഞാൻ അധിക നേരം സംസാരിക്കാൻ ആഗ്രഹിക്കില്ല, കാരണം നിങ്ങൾ എന്റെ സഹോദരന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. that I do know that this area during the rains gets flooded and becomes isolated. ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലത്ത് വലിയ മഴയും ഇത് ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. And that our party and our leaders, our MLA and those leaders who are in the panchayat are making efforts to build shelters here. അതുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായി ചേർന്ന് ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അഭയം നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. Your tribal community faces many serious issues regarding health, connectivity. നമ്മുടെ ആദിവാസി സമൂഹം ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ യാത്രാ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. And regarding education, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അവർക്ക് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. I know that the paddy farmers of this area are also facing unique issues and problems. അതുപോലെ തന്നെ നെൽകർഷകരും കാപ്പി കർഷകരും എല്ലാം അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്. And I have been holding discussions with all the communities, different communities, and also with farmers, not just paddy farmers but coffee farmers also, dairy farmers also. ഞാൻ ഇവരെല്ലാമായി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളെ എല്ലാവരെയും കണ്ട് സംസാരിക്കുക. നെൽകർഷകർ, അതുപോലെ തന്നെ കാപ്പി കർഷകർ, ക്ഷീര കർഷകർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളുമായി ഞാൻ സംവദിക്കുകയാണ്. And I am happy to do all that I can to support you and to better your lives. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എനിക്ക് സന്തോഷമാണുള്ളത്. I'm also very happy to know that the 2 CRF roads which were sanctioned during Rahulji's time are now almost complete. അത് എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. രാഹുൽജി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് CRF പദ്ധതിയിൽപ്പെടുത്തി, സെൻട്രൽ റോഡ് ഫണ്ട് പദ്ധതിയിൽപ്പെടുത്തി 2 റോഡുകൾ ഇവിടെ അനുവദിച്ചിരുന്നു. അത് ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. It is an honor for me that you have chosen me to follow in his footsteps as your MP, and I will continue to do the good work he began. അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയാവാൻ നിങ്ങൾ നൽകിയ അവസരം വലിയ ഒരു ആദരവുമായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ശ്രമിക്കും. And to build this deep connection of love and respect that he formed here with you. സ്നേഹത്തിലും പരസ്പര ഇതിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആഴത്തിലുള്ള ബന്ധം, അദ്ദേഹം ഉണ്ടാക്കിയ ആഴത്തിലുള്ള ബന്ധം അത് തുറന്നു കൊണ്ടുപോകാൻ ശ്രമിക്കും. And I want to thank all of you, my sisters, my brothers, for the deep love with which you welcome me into your homes and the affection that you have given me as your MP. I hope that I will live up to your expectations and be able to do as much work as possible to improve your lives. Thank you. നിങ്ങൾ എനിക്ക് വീടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഉള്ള സ്നേഹം, ആഴത്തിലുള്ള സ്നേഹത്തിന് ഞാൻ ഒട്ടേറെ നന്ദിയുണ്ട്. അത് തീർച്ചയായിട്ടും തിരിച്ച് നല്ല പ്രവർത്തനങ്ങളോടെ അത് ചെയ്യാൻ എനിക്ക് കഴിയും എന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.